നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിദ്ധാർത്ഥന്റെ മരണം അന്വേഷണ രേഖകൾ CBIക്ക് കൈമാറും. സംഘം ഡൽഹിയിലേക്ക്. മദ്യനയ അഴിമതി കേസ് കെ കവിതയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കേരളം ചുട്ടുപൊള്ളുന്നു. 10 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. 2.5 വയസ്സുകാരിയെ ക്രൂരമായി ഉപദ്രവിച്ചത് തന്റെ കുട്ടിയല്ലെന്ന് പറഞ്ഞു പിതാവിനെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ്. വാർത്തകൾ വിശദമായി. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണ രേഖകൾ ഉടൻ CBIക്ക് കൈമാറും. ഇതിനായി കേരള പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് ഡൽഹിയിലേക്ക് തിരിക്കും. സ്പെഷ്യൽ സെൽ DYSP ശ്രീകാന്താണ് ഡൽഹിയിലേക്ക് പോകുക. ഇതുവരെയുള്ള അന്വേഷണ രേഖകൾ CBIക്ക് കൈമാറും. സിദ്ധാർത്ഥന്റെ കുടുംബം ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പിന്റെ നീക്കം. അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന ആശങ്കയുള്ളതായി സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് പ്രതികരിച്ചിരുന്നു. CBI അന്വേഷണം ആരംഭിച്ചിട്ടില്ല. അന്വേഷണം വഴിമുട്ടിയതിൽ ഭയമുണ്ടെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞിരുന്നു. ഭരണപക്ഷത്തുള്ളവരെ കണ്ടാൽ സ്ഥിതി എന്താവുമെന്ന് തനിക്കറിയാം. തനിക്ക് വിശ്വാസമുള്ളവരെയാണ് താൻ കാണുന്നത്. പ്രതിപക്ഷ നേതാവ് സഹായിക്കുമെന്ന് 100% ഉറപ്പാണെന്നും ജയപ്രകാശ് VD സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞിരുന്നു. ക്ലിഫ് ഹൗസ് പ്രതിഷേധ തീരുമാനം സ്വന്തം ആലോചന പ്രകാരമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ആരുടെയും പ്രേരണയിൽ അല്ല അത്തരം തീരുമാനത്തിലേക്ക് എത്തിയത്. അക്കാര്യം പ്രതിപക്ഷ നേതാവുമായി ചർച്ച ചെയ്തിട്ടില്ല. താങ്കളെ സംരക്ഷിക്കേണ്ടത് ഭരണപക്ഷമാണ്. തന്റെ നീക്കങ്ങൾക്ക് രാഷ്ട്രീയ മാനമില്ല. CBI അന്വേഷണം ഉറപ്പു നൽകിയതിലൂടെ താൻ ചതിക്കപ്പെട്ടോ എന്നൊരു സംശയം ഇപ്പോഴുമുണ്ട്. എല്ലാവരുടെയും വാ മൂടി കെട്ടേണ്ട ആവശ്യം മുഖ്യമന്ത്രിക്കും ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ സർക്കാർ വിജയിച്ചുവെന്നും താൻ മണ്ടനായെന്നും ജയപ്രകാശ് പറഞ്ഞു. മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ BRS നേതാവ് കെ കവിതയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഏപ്രിൽ 9 വരെയാണ് ജുഡീഷ്യൽ കസ്റ്റഡി. ED കസ്റ്റഡി കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് കോടതി നടപടി. മാർച്ച് 15-നാണ് കവിത എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലാകുന്നത്. 10 ദിവസമായി കസ്റ്റഡിയിലിരുന്ന കവിതയെ തുടർന്ന് കസ്റ്റഡിയിൽ ആവശ്യമില്ലെന്ന് ED വ്യക്തമാക്കി. കവിതയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയും മറ്റു പ്രതികൾക്കൊപ്പം വിശദമായി ചോദ്യം ചെയ്തുവെന്നും ED അറിയിച്ചു. അതേസമയം ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കവിത അപേക്ഷ നൽകി. മകന്റെ പരീക്ഷയായതിനാൽ ജാമ്യം അനുവദിക്കണമെന്നാണ് ആവശ്യം. നേരത്തെ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കോടതിയിൽ ഹാജരാക്കവേ കവിത മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. ഡൽഹി മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായും ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയുമായും കവിത ഗൂഢാലോചന നടത്തിയെന്നും 100 കോടി രൂപ കവിത നേതാക്കൾക്ക് നൽകിയുമെന്നാണ് EDയുടെ കണ്ടെത്തൽ. തെലങ്കാന മുൻ മുഖ്യമന്ത്രി K ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കൂടിയായ കവിതയ്ക്കെതിരെ സാക്ഷിമൊഴികളും ഇലക്ട്രോണിക് തെളിവുകളും ഉണ്ടെന്നായിരുന്നു ED കഴിഞ്ഞ ദിവസം വാദിച്ചത്. വേനൽ മഴ എത്തിയിട്ടും കേരളം ചുട്ടുപൊള്ളുകയാണ്. കേരളത്തിൽ വീണ്ടും 10 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തൃശൂരിലാണ് നിലവിലെ സാഹചര്യങ്ങൾ ഏറെ മോശമായിരിക്കുന്നത്. ഇന്നലെയും ഏറ്റവും അധികം ചൂട് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് തൃശൂർ ജില്ലയിലാണ്. ഇനി തൃശൂരിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകൾ ഒഴികെ 2024 മാർച്ച് 26 മുതൽ 30 വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. മലപ്പുറം കാളികാവിൽ 2.5 വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ പിതാവ് മുഹമ്മദ് ഫായിസിനെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും പോലീസ് കേസെടുത്തു. അതിനിടെ മുഹമ്മദ് ഫായിസിനെതിരെ കടുത്ത ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തി. ഫായിസ് നിരന്തരം കുട്ടിയെ മർദ്ദിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. കുട്ടി തന്റേതല്ലെന്ന് പറഞ്ഞായിരുന്നു ഉപദ്രവിച്ചിരുന്നത്. ഫായിസിന്റെ ഉമ്മയും കുഞ്ഞിനെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. കാളികാവ് ഉദിരംപൊയിൽ 2.5 വയസ്സുകാരി മരിച്ചത് അതിക്രൂര മർദ്ദനത്തെ തുടർന്നായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കുഞ്ഞ് മരിച്ചതിന് ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചത്. മർദ്ദനത്തിൽ ബോധം പോയ കുഞ്ഞിനെ എറിഞ്ഞും പരിക്കേൽപ്പിച്ചു. കുഞ്ഞിന്റെ ശരീരത്തിൽ പഴയതും പുതിയതുമായ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നു. കത്തിച്ച സിഗരറ്റ് കൊണ്ട് കുത്തിയ മുറിവുകളും കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വാരിയെല്ലുകളും പൊട്ടിയിരുന്നു. തലയിൽ രക്തം കെട്ടിക്കിടക്കുന്നുണ്ട്. മർദ്ദനമേറ്റപ്പോൾ കുഞ്ഞിന്റെ തലയിൽ ഉണ്ടായ രക്തസ്രാവമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു.